ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നു, അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എത്രമാത്രമാണ് അവർക്ക് മിസ് ചെയ്യുന്നത്, എന്താണ് അവർക്ക് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ്, കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് ത്രീ ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഓക്കെ, ദ ഹൈ പ്രിസ്റ്റസ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫോർ ഓഫ് സോർഡ്സ്, കിങ് ഓഫ് സോർഡ്സ്. കൂടുതലും നമുക്ക് സോർഡ്സിന്റെ കാർഡുകളാണ് കിട്ടുന്നത്. ടെമ്പറൻസ് കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്കൊരു ടു ഓഫ് സോർഡ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, പെൻഡക്കിൾസ്, 10 ഓഫ് പെൻഡക്കിൾസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ദ ചാരിയോട്ട് കാർഡ്. ഓക്കെ, 6 ഓഫ് പെൻഡക്കിൾസ് വീണ്ടും കിട്ടുന്നു. ഓക്കെ, 2 ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, 9 ഓഫ് സോർഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു 3 ഓഫ് സോർഡ്സിന്റെ കാർഡും അതുപോലെ ലാസ്റ്റ് മാസ്റ്റർ കാർഡ് വന്നിട്ടുള്ളത് 9 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡുമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാർഡുകൾ നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് നിങ്ങളെ വിട്ടുപോയതിൽ വളരെയധികം ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വേദന അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ഒരു ഹൃദയം നുറുങ്ങുന്നത് പോലെയുള്ള വേദനയാണ് നമുക്കിവിടെ കണ്ടാൽ അറിയാം. 3 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു ഹൃദയം മുറിച്ച് ഒരു വാള് കടന്നു പോകുന്ന അത്രയും അധികം വേദന അവർക്കുണ്ട്. പക്ഷെ അത് അവർക്ക് പുറത്ത് കാണിക്കാനും പറ്റാത്ത ഒരവസ്ഥയിലൂടെയാണ് അവർ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി സെപ്പറേഷനിലാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെപ്പറേഷനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ മാത്രമാണ് വളരെയധികം വിഷമിക്കുന്നത്, അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല. അവർക്ക് ഈ ഒരു ഹൃദയം നുറുങ്ങുന്ന പോലെയുള്ള വേദന ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് നോക്കുകയാണെങ്കിൽ 9 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു റിഗ്രറ്റ്, കുറ്റബോധമുണ്ട് അവർക്ക്. നിങ്ങളെ ഓർക്കുമ്പോൾ ഒരു ഗിൽറ്റ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, അതുപോലെ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല, സ്ലീപ്ലെസ്നെസ് കാണാനായിട്ട് വരുന്നുണ്ട്. ഒട്ടും ഉറങ്ങാൻ സാധിക്കാതെയുള്ള ചിന്തകളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാകാം. അപ്പം അതായത് നിങ്ങളെ അവർ വളരെയധികം മിസ് ചെയ്യുന്നു. പക്ഷേ അത് ഒരു വളരെയധികം ഒരു പെയിൻ ആണ് അവർക്ക് കൊടുക്കുന്നത്, ഒരു വേദന, ഒത്തിരി വേദനയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എങ്കിലും ആ ഒരു വേദന ഉണ്ടെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇത്രയധികം ഒരു വിഷമത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നോ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനിലുമാണ് അവരുള്ളത് എന്നാണ് കാണുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ അവര് ഇവിടെ നമുക്ക് ഹൈ പ്രിസ്റ്റസ് കാർഡ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ 2 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു രണ്ട് കാർഡ് വരുമ്പോഴത്തേക്കും അവർ മനസ്സിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ്, അവരവരുടെ ഫീലിങ്സ് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെക്കുന്നു. അവർക്ക് ഒത്തിരി ഫീലിങ്സ് നിങ്ങളോടുണ്ട്, ഒത്തിരി സ്നേഹമുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കൊണ്ട് അവർക്കത് മറച്ചു വെക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാണ്. അപ്പോൾ അവർ അത് മറച്ചു വെക്കുന്നു. പിന്നെ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട് ഇവരുടെ. അതായത് ഇവരുടെ ഒരു ഹൃദയം അല്ലെങ്കിൽ അവരുടെ മനസ്സ് പറയുന്നത് ഹൃദയം പറയുന്നത് എന്താണ് എന്ന് ഇവര് ഒരു സൈഡിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ പ്രാക്ടിക്കലായിട്ട് ഇവരുടെ ബുദ്ധി ഉപയോഗിച്ചും ചിന്തിക്കുന്നു.
അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും അവരുടെ മനസ്സും അവരുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബ്രെയിനും കൂടി രണ്ടും കൂടി തമ്മിലുള്ള ഒരു ക്ലാഷ് ആണ് ശരിക്കും നടക്കുന്നത്. അപ്പൊ ഇവരുടെ ഹൃദയം പറയുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിനക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ലെന്നും, വളരെ അറ്റാച്ച്ഡ് ആണ് ഈ ഒരു പേഴ്സണുമായിട്ട്, സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, മിണ്ടാതിരിക്കാൻ പറ്റില്ല, കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ വളരെയധികം ഒരു ഫീലിങ്സ് ഒരു സൈഡിൽ നിന്ന് അവരുടെ ഒരു ഹൃദയം ഇങ്ങനെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴും പ്രാക്ടിക്കൽ മൈൻഡിൽ അവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണുമായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല, ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പേഴ്സണുമായിട്ട് ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകും, ഈ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ആ ഒരു വിഷമത്തിലൂടെ സങ്കടത്തിലൂടെ ഒന്നും കടന്നു പോകാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ അവരത് വേണ്ട എന്ന് വെക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് തരത്തിലുള്ള ചിന്തകൾ ഈ ഒരു പേഴ്സണ് കാണുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഈ ഒരു ഫീലിങ്സുകളും കാര്യങ്ങളെല്ലാം അവർ മറച്ചു പിടിക്കുന്നു, പുറത്തു കാണിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഒത്തിരി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് തുറന്നു പറയാനായിട്ട് അവര് തയ്യാറാകുന്നില്ല. അവർക്ക് കുറച്ച് പേടിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് സിറ്റുവേഷൻസ് കൊണ്ട് അവർക്കത് തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട്. ടെമ്പറൻസ് കാർഡും അതുപോലെ 6 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പം ഇത് അവര് ഉള്ളില് ബാലൻസ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. അവരുടെ മനസ്സിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമാധാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന, ഒരു ബാലൻസ് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ റിലേഷൻഷിപ്പിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഈക്വൽ ആയിട്ട് നടന്നിട്ടില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം കൂടുതൽ ഒരു എഫേർട്ട് ഇട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാകും. എങ്ങനെയാണെങ്കിലും ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടന്നിട്ടില്ലെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ നിങ്ങൾ ഒത്തിരി ജെന്യൂൻ ആയിട്ട് ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടാവാം, വളരെ എല്ലാം കൊടുത്ത് എല്ലാ ഒരു കെയറും അതുപോലെ സ്നേഹവും ഒക്കെ കൊടുത്ത് ഒത്തിരി ഡീപ്പായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു പേഴ്സണ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്ത ഇത്രയും സ്നേഹം അതേപടി തിരിച്ചു തരാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഒന്നും അവർക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നടന്നിട്ടില്ല എന്നുള്ളത്. അതിനാൽ അവരുടെ ഫീലിങ്സുകൾ ഇപ്പോൾ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചാരിറ്റ് കാർഡ് ഉണ്ട്, അതുപോലെ 2 ഓഫ് വാൻഡ്സ് ഉണ്ട്, നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. ഇതൊക്കെ ഒരു ഫയർ എനർജീസ് ആണ്. ഇവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു വശത്ത് അവർ മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജീസ് നമുക്ക് വരുന്നുണ്ട്, മറുവശത്ത് വളരെ ഇമ്പൾസീവ് ആയിട്ട് തിരിച്ചു വരാനുള്ള ഒരു എനർജികളുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഇവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് എനർജീസിൽ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവരുടെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് അവര് നിങ്ങളെ മറന്നിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യണമെന്ന് ഒരു തീരുമാനത്തിലും അവരെത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ നമുക്കിവിടെ ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട്, അതുപോലെ 10 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 10 ഓഫ് പെന്റക്കിൾസ്, ക്യൂൻ ഓഫ് കപ്സ്, ഈ രണ്ട് കാർഡ് വരുമ്പോഴത്തേക്കും ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. നിങ്ങളോട് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈപ്പ് ബോണ്ട് അവർ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ നിന്ന്. ആ ഒരു ബോണ്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവരത് ഹൃദയത്തിൽ ഏറ്റെടുത്ത ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങളോട് ചുമ്മാ തമാശയ്ക്ക് തോന്നിയ ഒരു അട്രാക്ഷൻ അല്ല, ഡീപ്പായിട്ടുള്ള ഇമോഷണൽ ബോണ്ട് ഇതിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് നമുക്കിവിടെ കൂടുതലായിട്ടും ക്യൂൻ ഓഫ് കപ്സും അതുപോലെ തന്നെ 10 ഓഫ് പെന്റക്കിൾസും മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സണ് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജീസ് തന്നെയാണ് നമുക്ക് കാണുന്നത്. അപ്പം നമ്മളിവിടെ ചോദിച്ചതും അത് തന്നെയാണ്, ഈ ഒരു പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളിവിടെ ചോദിച്ചത്. അതിനുള്ള ആൻസർ നല്ല രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും വരുമോ എന്ന് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സെയിം കാർഡുകൾ അനുസരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് ടെമ്പറൻസ് ഉണ്ട്, 2 ഓഫ് സോൾസ് ഉണ്ട്, 4 ഓഫ് സോൾസ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടാകില്ല ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കറണ്ട് എനർജി നോക്കുമ്പോൾ, ഫ്യൂച്ചറിലേക്ക് പോകുന്ന ഒരു കറണ്ട് എനർജി നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല. ഒരു സൈലന്റ് ഫേസിലേക്ക് ഇനിയും കുറെ നാളും കൂടെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ നീണ്ടു പോകാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. രണ്ടുപേരും ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ ഹോൾഡ് ഓൺ ചെയ്ത് നിൽക്കും. അപ്പോൾ ഫ്യൂച്ചറിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് അതൊരു ഡിലേ തന്നെയാണ്. അതിനുശേഷം ഒരു കൺഫ്യൂഷനിലേക്ക് പോകും. അതിനുശേഷം മാത്രമേ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുന്നുള്ളൂ.
അപ്പൊ 3 ഓഫ് സോഡ്സും അതുപോലെ ക്യൂൻ ഓഫ് കപ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്ട്രോങ് മെസ്സേജ് കിട്ടുന്ന വെച്ചാൽ ഒരു ഹേർട്ട്, വേദന ഒക്കെ ഉണ്ടെങ്കിലും ഫീലിങ്സ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെയുള്ള ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി വേദനയും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നെങ്കിലും ആ ഒരു ഡീപ്പായിട്ടുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു ഫീലിങ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്, കംപ്ലീറ്റ്ലി അത് പോകുന്നില്ല. അപ്പൊ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇമോഷണൽ ഡെപ്ത് വളരെയധികം സ്ട്രോങ് ആണ്. അപ്പൊ കണക്ഷൻസ് ബ്രേക്ക് ആകുന്നില്ല, പക്ഷെ ഒരു പെയിനോട് കൂടിയ ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. അതാണ് അവർക്ക് നിങ്ങളോടുള്ളത്. അപ്പൊ അവർ തിരിച്ചു വരാനുള്ള ചാൻസസ് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 8 ഓഫ് വൺസ്, ചാരിയറ്റ് കാർഡ്, ഈ 2 കാർഡുകൾ എടുക്കാം. ഈ കാർഡുകൾ കാണിക്കുന്നത് ഒരു സഡൻ കംബാക്ക് പോസിബിലിറ്റി നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും ഒരു ആദ്യമേ ഞാൻ പറഞ്ഞു കുറച്ച് ഡിലേ ഉണ്ടാവും, പെട്ടെന്നൊരു തിരിച്ചു വരവ് പ്രോഗ്രസ് ഉണ്ടാവില്ല, കുറച്ചൊരു സ്ലോ ഉണ്ടാകും, കുറച്ച് നാളിങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കും. അതിനുശേഷം ഒരു മിഡിൽ ടേമിൽ എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു സഡൻ കംബാക്കിൽ പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ്. പക്ഷെ ആ ഒരു ടൈമൊക്കെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിൽ യാതൊരുവിധ ഈ ഒരു റിലേഷൻഷിപ്പിൽ യാതൊരുവിധ സ്കോപ്പും ഇല്ലാതെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച കുറേ ആളുകളൊക്കെ മൂവ് ഓൺ ചെയ്തതിന് ശേഷമൊക്കെ ആയിരിക്കാം ഈ ഒരു പെട്ടെന്ന് സഡനുള്ള കംബാക്ക് ഉണ്ടാകാനുള്ള ചാൻസസ്. പക്ഷെ അപ്പോഴും അവർ വീണ്ടും വന്നതിന് ശേഷവും അവിടെ ഒരു കൺസിസ്റ്റൻസി ഉറപ്പാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു വരും പോകും ആ ഒരു പാറ്റേൺ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ തുടരണമോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഡിസിഷൻ ഒക്കെ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു ലോങ് ടൈം സ്റ്റെബിലിറ്റി ഉണ്ടാകുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 10 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, അതുപോലെ 6 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർഡുകളാണ് ഈ 2 ലോങ് ടൈം പൊട്ടൻഷ്യൽ ഇതിനകത്ത് കാണുന്നുണ്ട് നമ്മൾ. പക്ഷെ ബാലൻസ് ഇല്ലെങ്കിൽ അത് മുന്നോട്ട് ഒരു സസ്റ്റെയിൻ ചെയ്ത് പോകില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഓൺ ആൻഡ് ഓഫ് രീതിയിലൊക്കെയാണ് വന്നതിന് ശേഷം വീണ്ടും പോകുന്നതെങ്കിൽ അത് മുന്നോട്ടേക്ക് പോകില്ല. റിലേഷൻഷിപ്പ് വർക്ക് ആകാനായിട്ട് നമ്മളിവിടെ ഈക്വൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് വേണം, അല്ലെങ്കിൽ ഒരു ഈക്വൽ എഫേർട്ട് വേണം. ഒരു വൺ സൈഡിൽ നിന്ന് മാത്രം ഒരു എഫേർട്ട് വരികയും ഇവര് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വന്നു, പക്ഷെ ഇതിനകത്ത് കൂടുതലായിട്ട് എഫേർട്ട് ഒന്നും ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിൽ ആയി പോകും വീണ്ടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടുത്തെ ഒരു ബിഗസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർ ഇമോഷണലി ഒരു തുറന്ന ഒരു പുസ്തകം പോലെ ഇമോഷണലി നിങ്ങളിലേക്ക് ഓപ്പൺ അപ്പ് ആവുന്നില്ല. അപ്പൊ അതോടൊപ്പം തന്നെ ഇവർക്ക് ഓവർ തിങ്കിങ്ങും ഈഗോ ക്ലാഷസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈഗോ കാരണം ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതാണ് ഫ്യൂച്ചറിൽ ഒരു ബിഗസ്റ്റ് ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിട്ട് വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ ഫ്യൂച്ചറിൽ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതൊരു 3 കാലഘട്ടമായിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റിലത്തെ ആ ഒരു ടൈമിലായിരിക്കാം, ഷോർട്ട് ടൈം പീരീഡിലായിരിക്കാം. അതായത് നിങ്ങൾ തമ്മിൽ ഒന്നും സംസാരിക്കുന്നില്ല, ഒരു ഡിസ്റ്റൻസിലേക്ക് പോയി ആ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. അവർക്കും കുറേയേറെ കൺഫ്യൂഷൻസ്, നിങ്ങൾക്കും കുറേയേറെ കൺഫ്യൂഷൻസ്. അങ്ങനെ കുറച്ച് ഡിലേ ആയതിനു ശേഷം ഒരു മിഡ് ടൈമിലേക്ക് വരും. മിഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു മധ്യ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തന്നെ ഒരു സഡൻ കംബാക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് യൂണിവേഴ്സ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു കോണ്ടാക്ട്, ഒരു മെസ്സേജ് ഒക്കെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരും. അതിനുശേഷം അതൊരു ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അവര് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ അതൊരു നല്ല റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ വന്നു ജസ്റ്റ് നിന്ന് അങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടൊന്നും സംസാരിക്കുന്നില്ല, പഴയ കാര്യങ്ങളൊന്നും അവർ സംസാരിക്കുന്നില്ല, ഓക്കെ വന്നു നിന്നു ആ ഒരു രീതിയിലാണെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും ഫെയിൽ ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവര് എഫേർട്ട് ഇടണം. അപ്പൊ ഇവിടെ ഒരു എഫേർട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ പിന്നെ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിലും പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 2 കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വീണ്ടും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഈ 2 കാര്യങ്ങളില്ല എങ്കിൽ റിലേഷൻഷിപ്പ് വീണ്ടും പഴയപടി തന്നെ ആകാനുള്ള ചാൻസസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇവര് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈക്വൽ എഫേർട്ട് ഇടുന്നില്ല എങ്കിൽ ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആയിട്ടുള്ള ഒരു ടോക്സിക് സൈക്കിൾ ഇങ്ങനെ വന്നും പോയും അങ്ങനെ തുടരും. അങ്ങനെ തുടരാനുള്ള ചാൻസസ് ആണ് നമ്മൾ ഫ്യൂച്ചറിൽ ഇതിനെ കാണുന്നത്. അപ്പം നല്ല രീതിയിൽ അവർ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചു, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്ത് നിങ്ങളുമായുള്ള പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് ഒരു ഈക്വൽ എഫേർട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ഈക്വൽ എഫേർട്ട് ഒക്കെ ഇട്ടിട്ട് ഈ റിലേഷൻഷിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം അത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ്. നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ പേഴ്സൺസ് ആണല്ലോ. അപ്പോൾ അവരുടെ ഒരു എനർജി അനുസരിച്ചിരിക്കും ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ
നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനുള്ള പേഴ്സൺസ് വളരെയധികം ഇമോഷണലി ഹെവി ആയി നിൽക്കുന്ന ഒരു സമയമായിരിക്കും. ഒരു എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ സെപ്പറേഷനിലേക്ക് പോയി, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന, ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനുള്ളവരൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ യൂണിവേഴ്സ് എന്നുള്ള ഗൈഡൻസ് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇവിടെ കാണുന്നത് ഒരു നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് ആദ്യമേ യൂണിവേഴ്സ് പറഞ്ഞു. ഇപ്പോഴത്തെ എനർജി പ്രകാരം അവർ കൺഫ്യൂസ്ഡ് ആണ്, അവർ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഒരു ഡിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ വാല്യൂ അവിടെ കുറഞ്ഞു പോവുകയും അതിനാൽ ഒരു സൈലന്റ് ആയിട്ട് നിങ്ങൾ ഇരുന്നുകൊണ്ട് ഒരു ശക്തമായ മൂവ് വരാനായിട്ടുള്ള അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ സൈലന്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നുള്ളതാണ്. സെക്കൻഡ് ആയിട്ട് നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് നിങ്ങളുടെ സെൽഫ് വർത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. സെൽഫ് വർത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ ഒരാളുടെ ഒരു അറ്റൻഷന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ തന്നെ പഠിപ്പിക്കും. അപ്പോൾ നമുക്കിവിടെ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി നിങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെ കെയറിങ് ആയിട്ട് ലവബിൾ നേച്ചറുള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയോ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ വിട്ടിട്ട് പോയൊരു വ്യക്തിയെ നിങ്ങൾ ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ടോ? ഇത്രയും കെയറിങ്ങും ലവബിൾ നേച്ചറൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി വിട്ടിട്ട് പോയി എന്നതിനെ ഓർത്തിട്ട് നിങ്ങൾ ഒത്തിരി വിഷമിക്കേണ്ടതുണ്ടോ, സ്ട്രഗിൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അറ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചേസ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെയുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു വാല്യൂ കൊടുക്കുക, സെൽഫ് വർത്ത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു ഓവർ ആയിട്ടുള്ള രീതിയിൽ ഒരു സെൽഫ് ഡിസിപ്ലിനിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. ഒരു ഈഗോ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക, ഓവർ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ആളെ ഒരു ഓവർ വാല്യൂ ചെയ്ത് നിങ്ങൾ കാണരുത്. കാരണം ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർഡിനറി പേഴ്സൺ മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഇത്രയധികം ഒരു സ്പെഷ്യലായി മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരാള് വളരെയധികം സ്നേഹിക്കാനായിട്ടുള്ള, കെയർ ചെയ്യാനായിട്ടുള്ള ലവബിൾ നേച്ചറുള്ള ഒരു പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കെയറിങ്ങും ലവും ആ ഒരു എന്താ പറയാ, ആ ഒരു നിങ്ങളുടെ ആ ഒരു ലൈറ്റനിങ് ആ ഒരു വ്യക്തിയിലേക്ക് പതിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു പേഴ്സൺ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് പോകുന്ന ആ ഒരു സ്നേഹം ആ ഒരു വ്യക്തിയിൽ ചെന്ന് പതിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്ന അട്രാക്ഷൻ, അതിൽ നിന്നാണ് ആ വ്യക്തിക്ക് ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ വ്യക്തിക്കൊരു ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് ആ ഒരു വ്യക്തി മാറുന്നത്. അപ്പോൾ നിങ്ങളാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയിലുള്ള ഒരു സ്പെഷ്യാലിറ്റിയും അല്ല നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻസ് മാത്രമാണ് അവിടെ നമുക്കിവിടെ ഇതിൽ വളരെയധികം നിങ്ങളെ ആ ഒരു വ്യക്തിയിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നിൽക്കേണ്ട ഒരു വ്യക്തി. നിങ്ങളിലുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും ഒക്കെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളിലേക്ക് തിരികെ വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങളുടെ ആ ഒരു സ്നേഹവും കെയറിങ്ങും അറ്റൻഷനും ഒന്നുമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ വെറും ഒരു ഓർഡിനറി പേഴ്സൺ മാത്രമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഓവർ വാല്യൂ കൊടുത്ത് അവരുടെ പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നൽകുന്ന ഗൈഡൻസ്. പിന്നെ മൂന്നാമതായിട്ട് ഇമോഷണൽ കൺട്രോൾ, ടെമ്പറൻസ് എനർജി നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്. ടെമ്പറൻസ് എനർജി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സഡൻലി മെസ്സേജ് അയക്കൽ അല്ലെങ്കിൽ ഒരു അവരെ ചേസ് ചെയ്തിട്ട് അവരോട് ബെഗ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ ക്ലാരിറ്റി ആവശ്യപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പകരം ഒരു ബാലൻസും പേഷ്യൻസും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർത്ത് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാലിറ്റി എന്താണ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതായത് കിങ് ഓഫ് സോഴ്സിന്റെ എനർജി അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളോട് ഹോണസ്റ്റ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ആ ഒരു പേഴ്സണ് എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അല്ലെങ്കിൽ സെപ്പറേഷന് പോയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു റീസൺ ജെന്യുവിൻ ആണ്, അല്ലെങ്കിൽ അത് ഇനി ഒരിക്കലും തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അത് വന്നാലും ഓക്കെ ആകില്ല എന്നറിയാവുന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അവരിപ്പോ എഫേർട്ട് കാണിക്കുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റേബിൾ ആണോ? ഇല്ല. ഓക്കെ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രൂത്ത് ആണത്, അതൊരു സത്യമാണ്. ആ ഒരു സത്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇല്യൂഷൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കാതിരിക്കുക, ഇല്യൂഷൻസ് ഉണ്ടാക്കി അതിന് പുറകെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം
നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോക്കസ് മാറ്റുക. ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് മാറ്റുക. അപ്പോൾ ഈ ഒരു സമയം ഉപയോഗിച്ച് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് പോവുക, ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടേതായ കൊച്ചു കൊച്ചു ഹാപ്പിനെസ്സുകളിലേക്ക് നിങ്ങൾ തിരിയുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക. ഇതൊക്കെയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മൂവ്. കാരണം നിങ്ങൾ ഗ്ലോ ചെയ്താൽ അവർ നാച്ചുറലി അത് നോട്ടീസ് ആവുകയും അവിടെ ആ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള പേഴ്സൺസ് ഒക്കെ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ എത്താനുമുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് നമുക്കിവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരാം, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഫോക്കസ് മാറ്റൂ എന്നുള്ളത്. അപ്പോൾ ഇനി ആ ഒരു പേഴ്സൺ വന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പവർഫുൾ ആയിട്ട് ചെയ്ത് നിങ്ങൾ പവർഫുൾ ആയിട്ട് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലോ ചെയ്ത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ തനിയെ നിങ്ങളിലേക്ക് ആ ഒരു സ്നേഹത്തിന്റെ ഫ്ലോയുമായിട്ട് വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ സിമ്പിൾ റൂളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അവർ എഫേർട്ട് കാണിച്ചാൽ മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ്, വീണ്ടും ചേസ് ചെയ്യരുത്, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു സെൽഫ് ഗ്രോത്ത് അതിനോടൊപ്പം മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളുടെ ഒരു വളർച്ചയ്ക്ക് കൂടിയുള്ളൊരു സമയമായി ഇതിനെ കണ്ടുകൊണ്ട് ആ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ വാല്യൂ വിട്ടിട്ട്, നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് വിട്ടിട്ട് ഒരു കോംപ്രമൈസിന് നിങ്ങൾ തയ്യാറാകരുത് എന്നുള്ളതാണ് നമുക്കിവിടെ യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ആയിട്ട് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്ന എനർജീസ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവര് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആയി കാണിക്കാത്തതാണ് എന്നുള്ളതാണ്. ഉള്ളിൽ വളരെയധികം വേദനയുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ട്, ഒരു ഈഗോ ഉണ്ട് അവർക്ക്. അതുപോലെ ലോജിക്കൽ പരമായിട്ട് ഉള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണെങ്കിൽ പോലും അവർ നിങ്ങളെ മറന്നിട്ടില്ല. പക്ഷെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ട് മെന്റലി അവർ റെഡി അല്ല എന്നുള്ളതാണ്. അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ ആണ്. സെക്കൻഡ് ക്ലൂ ഒക്ടോബർ മന്ത്. റൈഡിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 24 കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സർവീസിലുള്ള വ്യക്തികളായിരിക്കാം. ഐസ്ക്രീം ലവർ, ഐസ്ക്രീം ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ചിട്ടാണോ ഈ ഒരു റീഡിങ് കണ്ടിട്ടുള്ളത് അത് പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. യെസ്, പോസിബിൾ എന്നാണ്. 2 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. മോൾ ഓൺ ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറുകളുള്ള വ്യക്തികളായിരിക്കാം. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പാണിത്. നമ്പർ 23 സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസസ് ഉണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസിനൊക്കെ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാകാം. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 29 ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 49 ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. 1978 ഗോൾഡൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്പർ 6 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലോയർ 2004. നമ്പർ 22 ലോങ് ഡിസ്റ്റൻസ് 2001. നെയിൽ പോളിഷ് വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. നെയിൽ പോളിഷിനോടൊക്കെ ഒത്തിരി ക്രേസ് ഉള്ള വ്യക്തികളോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് നല്ല വെറൈറ്റി ആയിട്ടുള്ള നെയിൽ പോളിഷുകളൊക്കെ ഇടുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം. ലോങ് നെയിലൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം. 2 months എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ. കൂടുതലും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാൻ ചാൻസസ് ഉണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ലെറ്റർ O നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. യോഗ. ഓക്കെ,
അപ്പോൾ ലാസ്റ്റ് ക്ലൂ നമുക്ക് യോഗയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.